രാവിലെ ഷിനാജ് വർക്കിന് പോയ പുറകെ തന്നെ ഞാനും ഉമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് നേരിട്ട് നമുക്ക് അങ്ങോട്ട് ബസ്സുണ്ട്, പക്ഷെ അത് 2 സമയത്ത് മാത്രമേ ഉള്ളൂ, ഒന്ന് ഉച്ചക്കും വൈകുന്നേരം. അപ്പോൾ പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങി കണക്ട് ചെയ്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബാഗ് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതും തൂക്കി ഇറങ്ങിയപ്പോൾ ഷിനാജ് എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാം, പിരിവിന് പോണ ചേച്ചിമാരെ പോലെ ഉണ്ട് അവിടെ എങ്ങനെ ഊരി വെക്കടിയെന്ന്. പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചത് അവിടെ വെറുതെ വെക്കാനാണല്ലോ. ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെ 2 ബസ് കയറി. 2ാമത്തെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ ചാടിക്കയറിയിരുന്നത്, പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് അസ്വാക്കും അല്ലൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക്. അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ച് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് നമ്മളിതേ വീട്ടിലെത്തി. കേക്ക് കണ്ടപ്പോൾ തന്നെ അസ്വാക്ക് അപ്പം തന്നെ മുറിക്കണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. പിന്നെ അല്ലുമോള് വരാൻ വെയിറ്റ് ചെയ്തില്ല, അല്ലു സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. അങ്ങനെ അവളുടെ വാശി കാരണം അപ്പം തന്നെ മുറിച്ച് കേക്ക്. അസ്വാക്ക് വേറെ എന്ത് ഫുഡിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ കേക്ക്. പിന്നെ ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇത് പുതിയ ടേബിൾ വാങ്ങിച്ചതല്ല, പഴയ ടേബിളാണ്. ഫ്ലിപ്കാർട്ടിൽ ഒരു സ്റ്റിക്കർ കണ്ടപ്പം അത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചതാണ് കേട്ടോ. ടേബിളിന് പുതിയ ചെയർ വാങ്ങിച്ച്, അപ്പോൾ ടേബിളും കൂടെ ഒന്ന് പുതുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റിക്കർ വാങ്ങിച്ചാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്. കാരണം ചെറിയ വിലയുള്ള, എത്രയോ 150 160 അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ. 2 റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് തികയത്തില്ല, 2 റോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഒട്ടിക്കണം. ഇത് കണ്ട, ചായ ഒഴിച്ചാലും അച്ചാർ വീണാലും എന്ത് വീണാലും നമുക്ക് നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേറെയും കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പൈസ മുടക്കി പുതിയ ടേബിൾ വാങ്ങാനായിരുന്നു നിൽക്കേണ്ട. ലിങ്ക് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പോൾ അവിടെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ അതേ ഉമ്മ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എത്തിയാൽ പിന്നെ അസ്വാൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതേക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ ഫുഡ് കൊടുത്ത ആൾ വേഗം കഴിക്കും കേട്ടോ. ഉമ്മയ ചെറിയതാ കൊടുക്കാൻ നിന്നാൽ ആൾക്ക് ഭയങ്കര മടിയാണ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നെയ്ച്ചോറും കടായും ബീഫൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന നേരത്തെ എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞ് കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇതേ വൈകുന്നേരം ഞങ്ങളിതേ പോകാൻ ഇറങ്ങുവാണ്. ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അസ്വാനെ നൈസായിട്ട് ഞാൻ കൊണ്ടുപോവാണ്. ഫസ്റ്റ് ടൈമാണ് അവളെ ഇങ്ങനെ നാത്തൂൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നത്, അതായത് എൻ്റെ കൂടെ ഒറ്റക്ക്. ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ അളിയും കൊണ്ടാക്കി തന്നിട്ട് ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകണമെങ്കിലും 2 ബസ് കണക്ട് ചെയ്ത് വേണം അങ്ങനെ പോകാൻ. പിന്നെ ഭയങ്കര തിരക്കായിട്ടും അസുവ ഉള്ളത് കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു, വെറുതെ കൊണ്ടുപോകാൻ നിൽക്കണ്ട, രാത്രി കരയും നീ തിരിച്ചുകൊണ്ടാക്കേണ്ടി വരുമെന്ന്. ഞാൻ പക്ഷെ നല്ല ധൈര്യപൂർവ്വം ദേവളയും കൊണ്ടുവന്ന്. എനിക്കറിയാം അവൾ കരയത്തില്ല എന്നുള്ളത്. എന്താ പിന്നെ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. പിന്നെ നാത്തൂന് എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഓക്കെ ആയിട്ട് വരുന്നുണ്ട്.